2026 മാർച്ച് 21 ശനിയാഴ്ച ചില വ്യക്തികളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാറി വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസമാണ് മാർച്ച് 21 ശനിയാഴ്ച എന്ന് പറയുന്നത്. ഏവർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന പല നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാതിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി തന്നെ സംഭവിച്ചിട്ടുള്ളവയാകാം. മോശം കാര്യങ്ങളാണെങ്കിൽ അവയെ നമ്മൾ വിധിയുടെ വിളയാട്ടമെന്ന് പഴിക്കുന്നു. ശുഭകാര്യങ്ങളാണെങ്കിലോ അത് ഭാഗ്യം കൊണ്ടാണെന്നും കരുതുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ഗുണകരമായ കാര്യങ്ങളായിരുന്നാലും ദോഷകരമായ കാര്യങ്ങളായിരുന്നാലും അതിൻ്റെ എല്ലാം പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് നമ്മളുടെ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്രകാരം നോക്കുമ്പോൾ ഇനി പരാമർശിക്കുന്ന 8 നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് 2026 മാർച്ച് 21 ശനിയാഴ്ച എന്നത്. അതിനാൽ തന്നെ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഈ അധ്യായത്തിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഇത്തരത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും അതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതിലൂടെ ഗുണകരമായ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആദ്യത്തെ രാശിക്കാരായി പരാമർശിക്കുന്നത് ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാർ ഇതുവരെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യതടസ്സങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അതായത് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും തടസ്സങ്ങൾ നീങ്ങി നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാതിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ അത്തരത്തിൽ ഇതുവരെ നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളെ അത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരമാവുകയും നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ അതിലും ഭംഗിയായി നടത്തിയെടുക്കുവാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഈ ഒരു ദിവസം കൈവരുന്നു. ഏറ്റവും പ്രധാനമായി വീടുപണിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഇടവം രാശിക്കാർ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നതായി കാണുന്നുണ്ട്. അതായത് സാമ്പത്തിക പ്രശ്നം കൊണ്ടും മറ്റു ചില തടസ്സങ്ങൾ കൊണ്ടും വീടിന്റെ പണി അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അതായത് മാർച്ച് 21 ശനിയാഴ്ച ഇത്തരത്തിൽ വീട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ വേഗത്തിൽ തന്നെ ആ പണിയൊക്കെ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെയും മറ്റുള്ള ഏത് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും ഈ ഒരു സമയത്ത് ഇല്ലാതാകുന്നതായി ഓരോ ഇടവം രാശിക്കാർക്കും അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിതത്തിൽ ഇത്തരം തടസ്സങ്ങൾ മൂലം യാതൊരുവിധ സമാധാനവും അനുഭവിക്കുവാൻ കഴിയാതിരുന്ന ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് വളരെയധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിലും മികച്ച ഫലങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാർക്ക് ലഭിക്കുക. പ്രത്യേകിച്ച് ഇന്ന് ഈ അധ്യായം കാണുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് സ്വന്തം ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും കയ്യിലില്ലാത്ത അവസ്ഥയും കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയുമാണ് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ദിവസം മുതൽ നിങ്ങൾക്ക് അനാവശ്യ ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുകയും ഉള്ള സമ്പാദ്യത്തെ തന്നെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകുകയും ചെയ്യും. മാത്രമല്ല മിക്ക ഇടവം രാശിക്കാർക്കും വിവിധ മേഖലകളിൽ നിന്നും ഒരു വരുമാന വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കം കുറിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഇനി അതുപോലെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ യാതൊരുവിധ മനസ്സമാധാനവും ഇല്ലാത്ത അന്തരീക്ഷം അനുഭവിച്ചു വരുന്നവരാണ്. അതായത് വിവാഹം കഴിഞ്ഞതിൽ പിന്നെ നിങ്ങൾ സന്തോഷമായി ജീവിച്ചിട്ടുള്ളത് വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമായിരിക്കും. കാരണം യാതൊരുവിധ പരസ്പര ധാരണകളുമില്ലാതെ എപ്പോഴും കലഹങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ട് മാത്രം ജീവിച്ചു പോരുന്ന ചില വ്യക്തികൾ ഈ അധ്യായം കാണുന്നുണ്ട്. തനിച്ചായി പോകുമോ
പോകുമോ എന്ന ഭയം കൊണ്ട് എല്ലാം സഹിച്ചു ജീവിക്കുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാരും ഈ ഒരു സമയത്ത് ആ ഒരു പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം കാണുവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു ദിവസം കൂടിയാണ് മാർച്ച് 21 ശനിയാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരിൽ ചിലർക്ക് ഏതൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചില ദൂരയാത്രകൾ ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട്. യാത്ര എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് അന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ കഴിയും എന്ന് മാത്രമല്ല, നിങ്ങൾ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഫലങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം അനുഭവത്തിൽ വരിക. ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഇടവം രാശിക്കാർക്ക് ഈ ഒരു ദിവസം മികച്ച സമയം തന്നെയാണ് നൽകുന്നത്. അപ്രകാരം നോക്കുമ്പോൾ എല്ലാ വിധത്തിലും കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മനസ്സിലെ ആഗ്രഹങ്ങൾക്കും ഭഗവാൻ ശുഭകരമായ മറുപടി നൽകുകയും നിങ്ങൾക്ക് ജീവിതത്തിലെ ദുരിതങ്ങളും നെഗറ്റിവിറ്റികളും ഇല്ലാതാകുന്ന ഒരു സമയത്തിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്നത്. ഇനി അടുത്തതായി ഈ മാർച്ച് 21 ശനിയാഴ്ച ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനു രാശിക്കാരാണ്. ധനു രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ അതേ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന സമയമാണിത്. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടും ദുരിതവുമല്ലാതെ മറ്റൊന്നുമില്ല എന്നതായിരിക്കും സ്ഥിതി. ഇതിൽ കുറച്ചു പേർക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വളരെ കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവുന്നതാണെങ്കിൽ മറ്റു ചിലർക്ക് അവർ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ദുരിതങ്ങൾ തന്നെയായിരിക്കും അവരെ പിടികൂടുന്നുണ്ടാവുക. അതായത് എപ്പോഴും ജീവിതത്തിൽ നാളെ എന്ത് എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും നിങ്ങൾ. ഇതിനെല്ലാം ഒരു പരിധിവരെ കാരണമായി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരിക്കും ഇതിന്റെ പ്രധാന കാരണം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ എല്ലാവരും തന്നെ കഠിനാധ്വാനികളും ചെറിയ വരുമാനമെങ്കിലും ഉള്ളവരുമായിരിക്കും. എന്നിരുന്നാൽ പോലും സമ്പാദിക്കുന്ന പണമൊന്നും ജീവിതത്തിൽ ഒരു പുരോഗതിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നില്ല എന്നതായിരിക്കും സത്യം. കാരണം പണം വരുന്നത് പോലെ തന്നെ അതിന്റെ ഇരട്ടിയായി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനെന്നറിയാതെ ചിലവായി പോകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നുണ്ടാവുക. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ പരാമർശിച്ചിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം കണ്ടുവരുന്ന ദിവസമാണ് മാർച്ച് 21 ശനിയാഴ്ച എന്ന് കാണുവാൻ കഴിയുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ദിവസം ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യകരവും വിജയകരവുമായ ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല മറ്റുള്ള കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഈ ഒരു ദിവസം നിങ്ങളെ തേടി പല അംഗീകാരങ്ങളും ഉയർച്ചകളും വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ അത് ദൗത്യമായി ഏറ്റെടുത്ത് ചെയ്യുവാനും നിങ്ങൾക്ക് അതിൽ മികവ് തെളിയിക്കാനുള്ള ഒരു അവസരമായി അതിനെ കാണുകയും ചെയ്യുക. കാരണം അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. ഇനി അതുപോലെ ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 21 ശനിയാഴ്ച നിങ്ങൾ മനസ്സമാധാനത്തിന് വളരെയധികം ബാധിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് എന്തൊക്കെയോ നിയമ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒരു പരിഹാരം ലഭിച്ചാൽ മതിയായിരുന്നു എന്ന് വളരെയധികം പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടാവും. ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള നിയമക്കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നതാണ്. ഇനി ഒരു ദിവസം പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പോസിറ്റീവായ മാറ്റവും കാണുവാൻ സാധിക്കും. ചില ധനനേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദിവസം കൂടിയാണ് ഇത്. ധനനേട്ടം എന്ന് പറയുമ്പോൾ അത് കടം കൊടുത്തിരുന്ന പൈസയോ അല്ലെങ്കിൽ ലോട്ടറിയോ അല്ലെങ്കിൽ ഒരു പാസ്സാവാതെ കിടന്നിരുന്ന ബാങ്ക് ലോണോ ഇത് തന്നെയായിരുന്നാലും കുറച്ച് ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം തന്നെയാണ് മാർച്ച് 21 ശനിയാഴ്ച എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ അധ്യായം കാണുന്ന ചില ധനുരാശിക്കാർ വളരെ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായും ചില ആവശ്യങ്ങൾ നിറവേറ്റുവാനായും ബാങ്കിൽ നിന്ന് ലോണിന് വേണ്ടി അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങളെ പലവട്ടം നിങ്ങൾ അതിനുവേണ്ടി നടക്കുന്നതല്ലാതെ
ഒരു തുക പോലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നൊരു അവസ്ഥയും ചിലർക്കെങ്കിലും ഉണ്ടാവും. അത്തരത്തിലൊരു സാമ്പത്തിക വഴിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധനുരാശിക്കാർക്കും ഈ ഒരു സമയത്ത് പ്രതീക്ഷ കൈവിടാതെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യം നിറവേറുന്നതായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങളുടെ പല സാമ്പത്തിക പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് ഇല്ലാതാവുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ സ്വന്തം മക്കളുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ആവശ്യങ്ങളും അവയെങ്ങനെ നടത്തിയെടുക്കണം എന്നറിയാതെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളും ഈ അധ്യായം കാണുന്നുണ്ടാവും. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാക്കുക എന്നത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയുള്ള ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ആഗ്രഹങ്ങൾ ഏറ്റവും ഭംഗിയായി ഭഗവാൻ നടത്തിത്തരാൻ പോകുന്ന ഒരു ദിവസത്തിന്റെ തുടക്കം കൂടിയാണ് മാർച്ച് 21 ശനിയാഴ്ച എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം മുതൽ പല സന്തോഷ വാർത്തകളും നിങ്ങളിലേക്ക് ഓരോന്നായി വന്നെത്തും. അതായത് വിവാഹ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന ധനുരാശിക്കാർക്ക് ഈ സമയം ഭാഗ്യകരം തന്നെയാണ്. ഇനി ധനുരാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഈ മാർച്ച് 21 തീയതി ശനിയാഴ്ച വളരെ പോസിറ്റീവായ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുവെളിച്ചം വീഴുകയും നിങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇതിനാൽ വന്നു ചേരുന്നത്. ഇനി മൂന്നാമതായി ഈ മാർച്ച് 21 ശനിയാഴ്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരെ വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മകരം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നത് ചില പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നെങ്കിലും ജീവിതത്തെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവർ തന്നെയാണ് മകരം രാശിക്കാർ. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ ഇല്ലാതാക്കി തരും എന്ന ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ജീവിച്ചു പോരുന്നത് തന്നെ. കാരണം അത്രയധികം തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും ജീവിതത്തിലെ ദുരിതങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ ജീവിച്ചു പോരേണ്ടി വന്നിട്ടുള്ളവരാണ് ഭൂരിഭാഗം മകരം രാശിക്കാരും. ഇതിലേറ്റവും പ്രധാനമായി ഈ മാർച്ച് 21 ശനിയാഴ്ച ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് നിങ്ങൾ സ്വയം നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളിൽ ഭാഗവാക്കാകേണ്ടി വരും. അതൊരു പക്ഷേ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ കാര്യമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യമോ എന്തും തന്നെയാകാം. എന്തു തന്നെയായിരുന്നാലും ആ കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു യോഗമാണ് നിങ്ങളിൽ കാണുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ചില മകരം രാശിക്കാർക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ജോലി നേടിയെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് തൊഴിലില്ലാത്തതിനാൽ തന്നെ വളരെയധികം പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്നാൽ ഈ ഒരു ദിവസം മുതൽ നിങ്ങളുടെ ശ്രമം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും മകരം രാശിക്കാർക്ക് സ്വന്തമായ ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റുള്ള മകരം രാശിക്കാരുടെ വരുമാന മേഖല ഏതാണോ ആ മേഖലയിൽ നിന്ന് തന്നെ ഒരു വർധനവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടി ലാഭം കൊയ്യുവാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഒരു സമയത്തിന്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. കൂടാതെ ഈ മാർച്ച് 21 ശനിയാഴ്ച മകരം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും വളരെ മികച്ച ഒരു ദിവസം തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മകരം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കൾ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും പഠനകാര്യത്തിലും മറ്റ് ഇതര മേഖലകളിലും അവർ പിന്നോക്കം നിൽക്കുന്നത് കാരണം കുറച്ചധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരായിരിക്കാം. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കുട്ടികളിൽ ഈ ഒരു സമയത്ത് ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും പഠനകാര്യങ്ങളിലായാലും മറ്റ് ഇതര മേഖലകളിലായാലും ഒരു പ്രതിസന്ധിയുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ അധ്യായം കാണുന്ന ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോകുവാൻ വളരെയധികം പരിശ്രമിക്കുകയും എന്നാൽ വളരെ നാളുകളായി ശ്രമിച്ചിട്ടും ഇതുവരെ അതിലൊരു പോസിറ്റീവായ മാറ്റം കാണുവാൻ കഴിയാതെ വിഷമിക്കുന്നവരും ഉണ്ടാവാം. അത്തരത്തിൽ ഒരവസ്ഥ ഇന്നുവരെ നേരിട്ടിരുന്ന ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ ഒരു സമയം വളരെ ഭാഗ്യകരമായി തന്നെയാണ് തെളിയുക. അതായത് നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങൾ നീങ്ങുകയും ഉടൻ തന്നെ നിങ്ങൾക്ക് വിദേശ യാത്രായോഗം ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്നതായി ഫലപ്രകാരം കാണുന്നു. അപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോവുകയും അവിടെ എത്തിയതിനു ശേഷം കർമ്മമേഖലകളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരും ഉണ്ടാവാം.
അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ നേരിടുന്ന മകരം രാശിക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ശുഭകാര്യങ്ങളും നടക്കും എന്നതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലും ഏറ്റവും സന്തോഷകരമായ ചില കാര്യങ്ങളും മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണിത്. അതായത് പ്രിയപ്പെട്ടവരോട് ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ചില ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒപ്പം തന്നെ പരസ്പര സ്നേഹത്തോടെ കഴിയുവാനും ഈ ഒരു സമയത്ത് മകരം രാശിക്കാർക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ്. സന്തോഷവും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുകയും ജീവിതത്തിലേക്ക് വരുന്ന പല നല്ല കാര്യങ്ങൾക്കും ഭഗവാനോട് നന്ദി പറയുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് തെളിയുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്കും ഈ വരുന്ന മാർച്ച് 21 ശനിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായ നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസം തന്നെയാണ്. നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.